ഞാൻ പണം കൊടുത്തത് മാധവനാ, അല്ലാതെ ഈ നിൽക്കുന്ന സാഗറിനോ നീ പറഞ്ഞ കരുണാകര കുറുപ്പിനോ അല്ല. അവരുടെ മുന്നിൽ കുമ്പിട്ട് നിന്ന് പണം വാങ്ങാൻ ഈ സോമന കിട്ടില്ല. നീ അന്തസ്സുള്ള മോനായിരുന്നെങ്കിൽ ഇങ്ങനെ കണ്ടവരുടെ മുന്നിൽ വിളിച്ചു വരുത്താതെ നീ കൊണ്ട് തന്നേനെ ആ പണം. ആ ചേട്ടാ, സോറി. പ്രകാശ, നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പറയാങ്കളെ, ഇറങ്ങ് ഇറങ്ങ്. കുറുപ്പ് സാറവിടെ? ആ, കുറുപ്പ് സാറിന് ഒരു അർജന്റ് മീറ്റിംഗ്, പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല. അത്രേ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചു. ആ ചേട്ടാ, ഞാൻ സാഗർ. ഒരു പാവം ബിസിനസ്സുകാരനാ. എനിക്കറിയാം. വന്ദനമോളെ കല്യാണം കഴിക്കാനിരുന്ന രാജീവ് മേനോന്റെ സഹോദരിയുടെ ഭർത്താവ് അല്ലേ? സോമനങ്ങളുണ്ടല്ലോ, അച്ഛന്റെ ഏറ്റവും അടുത്ത ചെങ്ങാതിയാ. ഞങ്ങളുടെ കുടുംബത്തിലെ A to Z കാര്യങ്ങളും അച്ഛൻ സോമനങ്ങളോട് പറയും. അതാ സാഗറിനെ വരെ സോമനങ്ങളുടെ പരിചയം. അതൊക്കെ പോട്ടെ. പ്രകാശ, നീ എന്നെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? അതെ സോമനങ്ങളെ, അച്ഛൻ സോമനങ്ങളിന് കുറച്ച് പണം തരാനില്ലേ? അത് അച്ഛൻ തന്നാല് സോമനങ്ങൾ വാങ്ങാത്തത് കൊണ്ട് കുറുപ്പ് സാറ് തരാമെന്ന് പറഞ്ഞു. അതിനു വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പ്രകാശ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്കിളെ, അച്ഛൻ പണം തരാത്തത് കൊണ്ട് അങ്കിളിന്റെ മരുമകൻ പിണങ്ങി മകളെ വീട്ടിൽ കൊണ്ടാക്കിയില്ലേ? അതൊന്ന് പരിഹരിക്കാൻ കുറുപ്പ് സാറ് സഹായിക്കുന്നാണ് പറഞ്ഞത്. അങ്കിളിന്റെ വീട്ടിലെ പ്രശ്നങ്ങളും തീരും, അച്ഛനൊരു സമാധാനവും കിട്ടും. അതിനാ ഇങ്ങനൊരു ഏർപ്പാട്. പ്രകാശ, എന്റെ വീട്ടിലെ പ്രശ്നം തീർക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. മാധവൻ എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി. അവൻ അത് സമയത്തിന് തരാൻ പറ്റിയില്ല. അല്ലെങ്കിൽ പോട്ടെ, പറ്റിച്ചു. അത് ഞാനങ്ങ് സഹിച്ചു. ഒന്നുമില്ലല്ലോ, അവൻ എന്റെ ചങ്ങാതിയായിരുന്നല്ലോ. ഇപ്പോഴും ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പാ, മാധവൻ നായർ എന്നെ മനഃപൂർവ്വം ചതിക്കില്ല. അവനെന്തോ ചതി പറ്റിയതാ. അക്കാര്യത്തിൽ എനിക്ക് നിന്നെ വരെ സംശയമുണ്ട്. അങ്കിളെ, ഞാൻ പണം കൊടുത്തത് മാധവനാ, അല്ലാതെ ഈ നിൽക്കുന്ന സാഗറിനോ നീ പറഞ്ഞ കരുണാകര കുറുപ്പിനോ അല്ല. അവരുടെ മുന്നിൽ കുമ്പിട്ട് നിന്ന് പണം വാങ്ങാൻ ഈ സോമന കിട്ടില്ല. നീ അന്തസ്സുള്ള മോനായിരുന്നെങ്കിൽ ഇങ്ങനെ കണ്ടവരുടെ മുന്നിൽ വിളിച്ചു വരുത്താതെ നീ കൊണ്ട് തന്നേനെ ആ പണം. ചേട്ടാ, സോറി. ഈ പ്രകാശിന് പ്രായമുണ്ടെന്നേ ഉള്ളൂ, ഒരു ഔചിത്യ ബോധമില്ല. ക്ഷമിച്ചേക്ക്. എന്നെ അങ്ങ് റോഡിലേക്ക് വിട്ടേക്ക്. ചേട്ടനെ ഞാൻ അങ്ങോട്ടാക്കാം. ഞാൻ ജംഗ്ഷനിലേക്കേ പോകുന്നേ. ഞാൻ പറഞ്ഞതെന്ന് ഓർത്ത് വിഷമിക്കണ്ട. എല്ലാം കളഞ്ഞേക്ക് പ്രകാശ. വാ ചേട്ടാ.
അയാൾക്ക് നിന്റെ അച്ഛൻ കൊടുക്കാനുള്ള ആ പണം ഞാൻ തരാം. നിന്റെ അച്ഛൻ ഭയങ്കര അഭിമാനിയാ, അതുകൊണ്ട് അയാൾ അതിന് തയ്യാറാവില്ല. തെറ്റ് ചെയ്യാത്തവര് മാപ്പൊന്നും ചോദിക്കാറില്ല. ശരി, ഞാൻ മാപ്പ് ചോദിച്ചു എന്റെ കൂടപ്പിറപ്പിനോട്. അതില് എനിക്കൊരു കുറ്റബോധവുമില്ല. ഓ, ഉത്തരവാദിത്തമുള്ളൊരു സഹോദരൻ. അങ്ങനെയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരു സഹോദരന്റെ വേഷം കിട്ടിയങ്ങ് നടന്നാ പോരായിരുന്നോ? പാവപ്പെട്ടൊരു പെണ്ണിനെ ബോധം കെടുത്തിയിട്ടും അവളുടെ കഴുത്തിൽ അവൾ അറിയാതെ താലിയും കെട്ടി ഒരു നാറിയ പണി ചെയ്യണ്ടായിരുന്നു. മോനെ ജഗ, ഇതെന്താ ഇത്ര നേരായിട്ടും വന്ദനയും ദീമോളും വരാത്തത്? മോനൊന്ന് വിളിച്ചു നോക്ക്. വന്ദനയുടെ മൊബൈൽ സ്വിച്ച് ഓഫാ. ഞാനും വിളിച്ചിരുന്നു, അപ്പോഴും സ്വിച്ച് ഓഫ് ആണെന്നാ പറഞ്ഞത്. ഈശ്വര, ഒന്നാമത് കാലക്കേടാ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആ രാഖിയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്. അവൾ എന്തും ചെയ്യാൻ പഠിക്കാത്തവളാ. ഈ പാതിരാത്രിക്ക് എവിടെ ചെന്ന് തിരയാനാ? ജഗ, രാഖിയുടെ നമ്പർ കയ്യിലില്ലേ? അതിലൊന്ന് വിളിച്ചു നോക്കിയാലോ? അതിന് രാഖിയുടെ നമ്പറൊന്നും എന്റെ കയ്യിലില്ല. ഈശ്വര, എന്തു പരീക്ഷണ ഇത്!